അങ്ങനെ നീണ്ട കാത്തിനു ശേഷം ഹോണ്ടയുടെ ഇലക്ട്രിക് ആക്റ്റീവ QC1 എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറും QC1 കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് 80 കിലോമീറ്റർ, സ്റ്റാർട്ടിംഗ് വേരിയന്റിന് 80 കിലോമീറ്റർ റേഞ്ച് തരാനായിരുന്നെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അല്ല, തങ്ങൾക്കും ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പോലെ ഫീലാണ് എനിക്ക് തോന്നുന്നത്. QC1 തന്നെ മോശമില്ലാത്ത വില വരുന്നതായിരിക്കും. സ്വാപ്പബിൾ ബാറ്ററി ടെക്നോളജിയോട് തന്നെ ഈ ആക്റ്റീവയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ 100 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിലും എനിക്ക് പറയാനുള്ള 100 കിലോമീറ്റർ കൊടുക്കാനായിരുന്നെങ്കിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇറക്കേണ്ടിയിരുന്നില്ല. സ്വാപ്പബിൾ ബാറ്ററി സീറ്റിനടിയിൽ ആയതുകൊണ്ട് തന്നെ സാധാരണ ആൾക്കാർ സ്കൂട്ടർ എടുക്കണ കുറച്ചുകൂടി സ്റ്റോറേജ് സ്പേസിനും കൂടി വേണ്ടിയിട്ടാണ്. ഇവിടെ അത് ഉണ്ടാവില്ല. ഇത്രയും ടൈം എടുത്ത് ചെയ്ത ആക്ടിവയുടെ EVയിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ മോഡൽ ഇപ്പൊ ചാടിക്കേറി എടുക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. നിലവിൽ നിങ്ങൾ പെട്രോൾ ആക്റ്റീവ തന്നെ എടുക്കുക. എന്തായാലും 3 കൊല്ലത്തിനുള്ളിൽ ഇതിന്റെ റേഞ്ച് കൂടിയ പതിപ്പ് ഹോണ്ട അവതരിപ്പിക്കാതിരിക്കില്ല. പലയുടെയും മേത്തറിന്റെ മുന്നിലും പിടിച്ചു വെക്കണ്ടേ. ജപ്പാൻകാരായതുകൊണ്ട് തന്നെ പാഴ്മോഹം ആകാനേ സാധ്യത. വരാൻ പോകുന്ന കുറച്ച് ഇലക്ട്രിക് മോഡൽസിന്റെ കൺസെപ്റ്റ് ഇമേജ് അവർ കാണിച്ചു. EV അർബൻ കൺസെപ്റ്റും CUV EV ഐക്കൺ EV 2 ഇലക്ട്രിക് സ്കൂട്ടർ മോഡൽ, EV ഫൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു മോട്ടോർ സൈക്കിളും ഹോണ്ട QC1 ആക്റ്റീവയിലൂടെയും വല്ലാത്തൊരു ചതിയാണ് നമ്മളോട് ചെയ്തത്. കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ടില്ല.